അമൃതയുടെ നെറ്റിയിൽ മുറിവുണ്ട്. അതിവിടെ അനിയത്തിയെ കൊണ്ട് ഡ്രസ് ചെയ്യിച്ചു. ഒന്നുകിൽ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ നഴ്സിംഗ് റൂമിലോ ആയിരിക്കും. രണ്ടിടത്തും ഒരേ സമയം സെർച്ച് നടത്തണം. ഓക്കെ സാർ. അമൃതേച്ചി, പോലീസ് വരുന്നുണ്ട്, രക്ഷപ്പെടണം. ലിസി, അമൃതേച്ചി പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. ശരി. വിവേക് ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ. വാ, അങ്ങോട്ട്. ഇത് ആരുടെ മുറിവാ ഇവിടെ വെച്ച് ഡ്രസ് ചെയ്തേ? ഏയ്, ഇവിടെ വെച്ച് ഡ്രസ്സൊന്നും ചെയ്തില്ല. പിന്നെ ഈ കാണുന്നത് എന്താ? അത് ഞാൻ കാഷ്വാലിറ്റിന്ന് വരുന്ന വഴിയായിരുന്നു. അനഘയല്ലേ നീ? അതെ. അമൃതയുടെ അനിയത്തി അല്ലേ? അതെ. അപ്പോ എന്റെ ഊഹം ശരിയാണ്. അമൃത ഇവിടെ വന്നിട്ടുമുണ്ട്, അവളുടെ നെറ്റിയിലെ മുറിവ് നീ ഡ്രസ് ചെയ്തിട്ടുമുണ്ട്. ഇല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താ ചേച്ചി. പോലീസ് ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പൊയ്ക്കോളാം. അനക്കൊന്ന് വിവരം അറിയിച്ചാ മതി. ഇവിടുന്ന് പുറത്തിറങ്ങി ഇടത്തോട് തിരിഞ്ഞ മോർച്ചറിയിലേക്കുള്ള വഴിയാ. അവിടുന്ന് നേരെ പോയാ ഇടവഴിയിലേക്ക് എത്തും. അവിടുന്ന് റോഡിലേക്ക് എത്താം. ശരി. അഭിമന്യു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാര കേസല്ലേ ഇത്. ഭക്ഷണത്തിൽ മായം ചേർത്ത് ആളുകളെ കൊല്ലാൻ നോക്കിയെന്ന കേസ്. അങ്ങനെ എന്തൊക്കെ കേസ് നിങ്ങൾ പോലീസുകാർ വിചാരിച്ചാൽ നടക്കും? കേസ് ഉണ്ടാക്കാൻ മാത്രമല്ല, പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയും. എന്നാ പിന്നെ അത് നടക്കട്ടെ. അഭിമന്യു, നിങ്ങൾ തമാശയായി കാണരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. സർ, ഡ്രസ്സിംഗ് റൂമിൽ ആരോ വന്നു പോയിട്ടുണ്ട്. അനഘയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡ്യൂട്ടി ഇല്ലാത്തവർക്ക് അവിടെ എന്താ കാര്യം? അവളെ അങ്ങ് പൊക്കിയാലോ? രണ്ടെണ്ണം കൊടുക്കുമ്പം സത്യം പറയും. സാറേ, ഇത് ആശുപത്രിയാ. ഇവിടെ വന്ന് വെറുതെ ആരെങ്കിലും എങ്ങനെ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല. നിയമം കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം. സാർ, പുറകുവശത്തൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു ഒരു സ്ത്രീയാ. അതവള് തന്നെയായിരിക്കും. താനൊക്കെ എന്തു നോക്കി നിൽക്കുകയായിരുന്നു? രണ്ടുപേരും ആ വഴിക്ക് ചെല്ലേ, ഞാൻ ജീപ്പിൽ വരാം. എന്തു വന്നാലും അവളെ വിട്ടുകളയരുത്. ശരി സാർ. ഇന്ന് രാത്രി തന്നെ അവളെ പൊക്കിയിരിക്കും. പിന്നെ അടുത്ത കാലത്തൊന്നും അവൾ പുറത്തിറങ്ങില്ല. വാ. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞു? പുറകുവശത്തെ വാതിലിലൂടെ പോയാ അവിടെ ഒരു മോർച്ചറി ഉണ്ട്. മോർച്ചറിയുടെ സൈഡിൽ ഒരു ഇടവഴിയുണ്ട്. അതിലൂടെ പോയാൽ റോഡിലെത്താൻ പറ്റും. ഈ സമയത്ത് റോഡിലേക്ക് പോകുന്നത് അപകടമാണ്. ആ സമയത്ത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കാണുന്നത് സംശയിക്കും. മോളെ, അഖിലേച്ചി, ആശുപത്രിയിൽ നിന്ന് വിവരമൊന്നുമില്ലല്ലോ. അച്ഛൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? കുറച്ചു മുമ്പ് അനഘേച്ചി വിളിച്ചിരുന്നു. പേടിക്കാൻ മാത്രം ഒന്നുമില്ലെന്നാ പറഞ്ഞേ. 2-3 ദിവസത്തിനുള്ളിൽ ICU മാറ്റും. അമൃതേച്ചിയുടെ കാര്യം ഒന്നും അറിയില്ല. അഭിയേട്ടന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണും ഇപ്പൊ ഓഫാ. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ പോയതെന്ന് ഒരു നിശ്ചയമില്ലല്ലോ. എനിക്കാകെ പേടിയാവുന്നു. പേടിച്ചിട്ട് എന്താ മോളെ കാര്യം? പോലീസുകാരുടെ മുന്നിൽപ്പെട്ട അറസ്റ്റ് ഉണ്ടാവുന്ന ആകാശേട്ടൻ പറഞ്ഞത്. അത് ഒഴിവാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും രണ്ടുപേരും. ശരിയാ ബേട്ട, ഞാനങ്ങോട്ട് വരണോ? ശരി, അത്യാവശ്യം വിളിക്കണേ. എന്താ ആകാശേട്ടാ? അബേടിനും അമൃതേച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. അമൃതേച്ചിയുടെ നെറ്റിലൊരു മുറിവുണ്ട്. അതിപ്പോ ഡ്രസ് ചെയ്യാൻ അവിടെ ചെന്നത്. അയ്യോ, എങ്ങനെയാ മുറിവുണ്ടായത്? അത് പിന്നെ പറയാന്ന് പറഞ്ഞു. മുറിവ് സീരിയസ് അല്ലെന്നാ പറഞ്ഞേ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അമൃതേച്ചി അന്വേഷിച്ച് പോലീസ് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു.